കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന കുട്ടി മരിച്ചു. 1.5 വയസ്സുകാരനായ ദേവാൻ ശൗര്യയാണ് മരിച്ചത്. പയ്യന്നൂർ സ്വദേശികളായ സൂരജ്, വിജിഷ ദമ്പതികളുടെ മകനാണ്. നിസാര പരിക്കേറ്റ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതായാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, എങ്ങനെ മരണം സംഭവിക്കുന്നു എന്നാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ഒപ്പം തന്നെ ചികിത്സാ പിഴവാണെന്ന് പറയുമ്പോൾ ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? നമ്മൾ ഈ ജൂലൈ 5-ാം തീയതിയാണ് വീട് പരിക്കേറ്റതിന് പിന്നാലെ കുട്ടിയെ പയ്യന്നൂരിലുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ചുണ്ടിന് താഴെയും ചുണ്ടിലുമായി ചെറിയ 2 മുറിവുകളാണ് അന്ന് കുട്ടിക്ക് ഉണ്ടായിരുന്നത്. മുറിവ് തുന്നിക്കെട്ടുന്നതിനായി അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെ അല്പസമയം മുമ്പാണ് ദേവാൻഷ് മരണപ്പെട്ടത്. ഈ വിവാഹം കഴിഞ്ഞ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ചൊരു കുട്ടിയാണ് ദേവാൻഷ്. അവരെ സംഭവത്തിൽ എന്തായാലും ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഇപ്പോൾ പോലീസൊക്കെ ഇതിനോടകം തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ചികിത്സാ പിഴവ് ആരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കണ്ണൂരിലെയും പയ്യന്നൂരിലെയും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെ നടന്നതാണ്. എന്തായാലും ആശുപത്രി അധികൃതർ പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ അനസ്തേഷ്യ നൽകിയത്. അപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നാണ് അവർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെയോടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ചെറിയ നിസാര പരിക്കുകളാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ ചുണ്ടിലും ചുണ്ടിന്റെ താഴെയുമായിട്ട് 1 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു മുറിവായിരുന്നു. പക്ഷേ കുട്ടി കൂടുതലായി കരഞ്ഞപ്പോൾ ഡോക്ടർമാർ അനസ്തേഷ്യ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ അനാവശ്യ അനസ്തേഷ്യ നൽകിയതാണ് ഈ അപകടത്തിനും ഈ ചികിത്സയ്ക്ക് ഉണ്ടായ ഒരു ചികിത്സാ പിഴവ് എന്ന് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്.